ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. നിങ്ങൾ കണ്ടതുപോലെ തന്നെ നമ്മുടെ ചർച്ചയുടെ വിഷയം UGC നെറ്റ് ജൂണിൽ നടന്ന 2 ആഴ്ചകൾക്ക് മുമ്പ് വളരെ കാലത്തിന് ശേഷം NTA ഓഫ്ലൈനായി OMRൽ നടന്ന ഒരു എക്സാം ഇന്നലെ രാത്രി അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നും ഇനി ഒരു എക്സാം നടത്തും എന്നും ഒരു നോട്ടിഫിക്കേഷൻ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചർച്ചയിലേക്ക് വരുന്നത്. വളരെ കാലത്തിന് ശേഷമാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൽ നിന്ന് മാറി ഒരു ഓഫ്ലൈൻ എക്സാമിലേക്ക് NTA വന്നത്. പലതരത്തിലുള്ള ആശങ്കകളും കുട്ടികൾക്ക് ഉണ്ടായിരുന്നു എങ്കിലും എക്സാം വളരെ ഭംഗിയായി തന്നെ കുട്ടികൾ എഴുതി. അതിനുശേഷം ഇന്നലെ വളരെ അപ്രതീക്ഷിതമായാണ് ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ഇതിൻ്റെ വരും വരായികകളെക്കുറിച്ചും എന്തൊക്കെയാണ് നമ്മളിതിൽ കാണേണ്ടത് എന്നുള്ളതും അടുത്തൊരു എക്സാം എപ്പോഴായിരിക്കും ഉണ്ടാകുക അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കുട്ടികളുടെ ഭാഗത്തുനിന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കൂടി ഉത്തരം പറയുന്ന രീതിയിൽ എല്ലാവർക്കും വേണ്ടിയുള്ള ഇൻഫോർമേഷൻ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഐഫറിൻ്റെ CEO അനീസ് പോത്തി ഉണ്ട്. അതേപോലെ തന്നെ ഐഫറിലെ അക്കാഡമിക് ഹെഡായിട്ടുള്ള ഫാസിൽ കെ ഉണ്ട്. നമുക്ക് ചോദിക്കാം, അനീസ് ക, എന്താണ് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് NTA തന്നെ ഒരു കൂടുതൽ ക്ലാരിറ്റി തരേണ്ടിയിരിക്കുന്നു. പക്ഷേ അൾട്ടിമേറ്റ്ലി എൻ്റെ ഒരു ഓർമ്മയിൽ കഴിഞ്ഞൊരു 10 വർഷങ്ങൾക്കുള്ളിലൊക്കെ നമുക്ക് പരിചയമുള്ള ഒരു ആസ്പെക്റ്റിൽ ആദ്യമായിട്ട് നടന്ന് കഴിഞ്ഞ ഒരു എക്സാം ക്യാൻസൽ ആക്കപ്പെടുകയാണ്. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ എക്സാമുകൾ ക്യാൻസൽ ആക്കപ്പെടുന്ന സമയത്ത് ഇപ്പം നീറ്റുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ആദ്യം ഇതിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ടാവാറ് കുട്ടികളിൽ നിന്നാണ്. അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇന്ന സ്ഥലത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ നിന്നാണ് പലപ്പോഴും നമുക്ക് വാർത്ത, അല്ലെങ്കിൽ പത്രങ്ങളിൽ നിന്നാണ്. അതിനുശേഷമാണ് ഒരു എക്സാം ക്യാൻസൽ ആക്കുന്ന ഒരു ആസ്പെക്റ്റിലേക്ക് പോകാറുള്ളത്. ഇപ്രാവശ്യം ആദ്യം തന്നെ നമ്മൾ തന്നെ ഇങ്ങനെ ഒരു ലീക്ക് ആയിട്ടുണ്ട് എന്ന് അറ്റ്ലീസ്റ്റ് ദ ഹോൾ, പല റൂമറുകളും എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. NTA അല്ലെങ്കിൽ ഇവർ തന്നെ ഡിക്ലെയർ ചെയ്യുന്നത്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത്. അതായത് അവരുടേതായിട്ടുള്ളൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് അവർ കണ്ടുപിടിച്ചു, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. മേ ബി ഫ്യൂച്ചറുകളിൽ ചിലപ്പം NTA അതിൻ്റെ ക്ലാരിറ്റി തരുമായിരിക്കാം, എന്തുകൊണ്ടാണ് എക്സാം ക്യാൻസൽ ചെയ്യപ്പെടുന്നത്. ചിലപ്പോൾ NTAയുടെ തന്നെ ലൂപ്പ് ഹോൾ ആയിരിക്കാം, അവരത് വെളിപ്പെടുത്തണമെന്നുമില്ല, അത് നിർബന്ധമില്ല എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്. സോ സിംപ്ലി ഇപ്രാവശ്യം എഴുതിയിട്ടുള്ള, അതായത് 2 ദിവസം മുമ്പ് ജൂൺ 18 എഴുതിയിട്ടുള്ള എക്സാം എഴുതിയതും എഴുതാത്തതും ഒരുപോലെയാണ് എന്നുള്ളത്. വി ആർ ഇൻ ദ പോയിന്റ് 0, എസ്പെഷ്യലി ദ സ്റ്റുഡൻസ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ എഴുതിയ കുട്ടികൾക്ക് നിരാശയുണ്ട്. അതുപോലെ തന്നെ ഒരു പരീക്ഷ കൂടി ലഭിക്കുമെന്ന് ആശ്വസിക്കുന്ന പല കുട്ടികളുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു എക്സാം റിസൾട്ട് വന്നതിന് മുമ്പ് തന്നെ മാറ്റി വെക്കുന്നു. അത് ഉടനെ ഉണ്ടാകുമോ അതോ ഇനി കുറേ സമയം അതിന് ഇനിയും കാത്തിരിക്കേണ്ടി വരുമോ? എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം എത്രയും പെട്ടെന്ന് തന്നെ എക്സാം ഉണ്ടാവും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസണുകൾ ഒന്നെന്താണെന്ന് ചോദിച്ചാൽ, ഓൾറെഡി NTA നല്ല ഫയറിലാണ്. നീറ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ട്. നീറ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിൽ കോടതിയിൽ നിന്ന് തന്നെ വളരെ വളരെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് NTAയെക്കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ദ ഹോൾ കൺട്രി അതിനെക്കുറിച്ച് ട്രസ്റ്റ് ലാക്ക് ഓഫ് ട്രസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസ് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. റീസെൻ്റ്ലി അടുത്ത ആഴ്ച പുതിയ ലോക്സഭയുടെ ആദ്യത്തെ മീറ്റിങ്ങിലാണ്. ആ മീറ്റിങ്ങിൽ നീറ്റുമായി ബന്ധപ്പെട്ട വിഷയം ഡിസ്കസ് ചെയ്യുമെന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുടെ പല ലീഡേഴ്സും പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അവർക്ക് ഒന്നുകൂടി സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള അടുത്തൊരു ആസ്പെക്റ്റ് കൂടി വരികയാണ്. നെറ്റ് എന്നുള്ള ആസ്പെക്ട് ദാറ്റ് ഇൻ എ വെരി ഷോർട്ട് സ്പാൻ ഓഫ് പീരിയഡ്, ഒരു മന്തിൻ്റെ ഉള്ളിൽ എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ഗവൺമെൻറ്റിന് ആൻസർ ചെയ്യേണ്ടി വരും. എന്ന് ചോദിച്ചാൽ സിസ്റ്റത്തിന് ഗവൺമെൻറ്റിന് ആൻസർ കൊടുക്കേണ്ടി വരും. സോ അവർക്ക് എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് ഈ ഒരു രക്ഷപ്പെടണം എന്നുള്ളതായിരിക്കും. ദിസ് ഹാസ് ടു ബി റിസോൾവ്ഡ് എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ടേക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എക്സാം ഉണ്ടാവും. അപ്പോൾ നീറ്റ് എക്സാം ഞാൻ മനസ്സിലാക്കുന്നത് കോടതി വിധിക്ക് ശേഷം 2 to 3 വീക്സിൻ്റെ ഉള്ളിലാണ് എക്സാം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതും 1 മാസത്തിനുള്ളിൽ തന്നെ എക്സാം ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, നോർമലി കുട്ടികൾ പറയും അങ്ങനെ എക്സാം നടത്താൻ പറ്റുമോ, അപ്ലിക്കേഷനൊക്കെ വിളിക്കേണ്ടത് എന്നുള്ളത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പുതിയ അപ്ലിക്കേഷൻ വിളിക്കൽ ഉണ്ടാവണമെന്നില്ല. ജൂണിന് അപ്ലൈ ചെയ്ത് എല്ലാവർക്കും ഈ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആസ്പെക്റ്റുകൾ ഉണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ നോർമലി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട്. നെറ്റിൻ്റെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പം അത് ഏർലിയസ്റ്റ് വിത്തിൻ എ മന്ത്, മേ ബി വിത്തിൻ എ വീക്ക് നമുക്ക് ആ ഡേറ്റിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ഇത് വലിയ പ്രശ്നമാവുന്നതിന് മുമ്പ്, ഇതൊക്കെ പാർലമെൻറ്റിൽ എത്തുന്നതിന് മുമ്പ്, നാഷണൽ പൊളിറ്റിക്കൽ ഡിസ്കഷൻ ആവുന്നതിന് മുമ്പ് തന്നെ മോസ്റ്റ് പ്രോബബ്ലി ആ ഡേറ്റ് ഡിക്ലെയർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്
മനസ്സിലാക്കുന്നത്. നമ്മൾ ഇന്നലെ ക്യാൻസർ കീ ഡിസ്കസ് ചെയ്തിരുന്നത്, അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞ കുട്ടികളുടെ കുറേ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇന്നലെ ഇതുപോലെ തന്നെ ഒരു വേദിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇന്നലെ നമ്മൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ് എക്സാം ടഫാകുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ചില വർഷങ്ങളെ ക്രോണോളജിയൊക്കെ ചോദിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ എക്സാം ഒന്നും കൂടി അഡ്വാൻസ് ആക്കി, ഒന്നും കൂടി മെച്ചപ്പെടുത്തിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആക്കിയിട്ട് ഒന്ന് മാറാൻ ചാൻസ് ഉണ്ട് ഈ ഒരു കുറഞ്ഞ കാലം കൊണ്ട്? ഇതിൽ നേരത്തെ അനിസാർ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ അപ്പോൾ അവർ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക, ക്വസ്റ്റ്യൻ ടഫാക്കുക അല്ലെങ്കിൽ അഡ്വാൻസ് ആക്കുക എന്നതിനപ്പുറം, കാരണം ഇതിൻ്റെ ഒരു അലിഗേഷൻ വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ സിമ്പിളാണ് എന്നുള്ളത് കൊണ്ടല്ല ഈ ഒരു എക്സാം ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുള്ളത്, മറിച്ച് അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുക ട്രാൻസ്പെറൻ്റ് ആയിട്ട് എക്സാം എത്ര പെട്ടെന്ന് നടത്താൻ പറ്റും എന്നുള്ളത് തന്നെ ആയിരിക്കും. ഇപ്പം ഓൾറെഡി പിന്നെ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും UGCക്കെതിരെയും ഒക്കെ പലതരത്തിൽ വിദ്യാർത്ഥി സംഘടനകളൊക്കെ, ഏകദേശം എല്ലാ വിദ്യാർത്ഥി സംഘടനകളൊക്കെ റോഡിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ അനിസാർ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു പാർലമെൻറ്റ് സമ്മേളനമൊക്കെ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ഡേറ്റ് കൂടി ഡിക്ലെയർ ചെയ്തിട്ട് ഞങ്ങൾക്കിത് ശരിയായിട്ട് എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കാൻ പറ്റും എന്ന് നടത്തി ആ ഒരു ക്രെഡിബിലിറ്റി തിരിച്ചു പിടിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് NTA ഉള്ളത്. അപ്പോൾ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുക, കുറച്ചുകൂടി എക്സാം ഒന്ന് ട്രാൻസ്പെറൻ്റായി നടത്തുക എന്നുള്ളതിലൊക്കെ ആയിരിക്കും. ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻ പേപ്പറിലും അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റങ്ങളൊക്കെ വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ തവണത്തെ പോലെ ക്രോണോളജി കണ്ടിന്യൂ ചെയ്യുമോ, സീക്വൻസ് ചോദിക്കുമോ, അല്ലെങ്കിൽ ഒന്നുകൂടി അസേർഷൻ റീസൺ സ്റ്റേറ്റ്മെൻറ്റ് വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടും എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ്. ചിലപ്പം ക്രോണോളജി മാത്രം ചോദിക്കാം, ചിലപ്പം അതിൽ നിന്ന് കംപ്ലീറ്റ് മാറാം, ചിലപ്പം മിക്സ്ഡ് ആയിട്ട് വരാമെന്നുള്ളതാണ്. അതിലേ നമുക്ക് അങ്ങനെ ഇപ്പം പറയാൻ പറ്റുള്ളൂ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞു, അതിൻ്റെ എക്സാം എഴുതി കഴിഞ്ഞു. ഇനി തൊട്ടടുത്ത് തന്നെ എക്സാം വരികയാണെങ്കിൽ അവർ പല ആളുകളും മെൻ്റലി ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഒരു എക്സാം എഴുതി അതിന് നല്ലൊരു റിസൾട്ട് അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സന്ദർഭം ഉണ്ടാകുന്നു, അവരുടെ ആൻസർ കീ ചെക്ക് ചെയ്യുന്നു. ഇനി അവർ ഡീമോട്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ഇനി ഒരു എക്സാമിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാകും. അവരോട് അനീസ്കാക്ക് എന്താണ് പറയാനുള്ളത്? ഇതിൽ ഇങ്ങനെ ഒരു എക്സാം അവസാന നിമിഷം അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞ് വിത്തിൻ 1 or 2 ഡേയ്സിൽ മാറ്റി വെക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം സത്യം പറഞ്ഞാൽ സ്റ്റുഡൻസ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. നമുക്കൊരു ഓവറോൾ നോക്കുമ്പോൾ ചിലപ്പം കുറേ പൈസ വേസ്റ്റായി, കുറേ ആളുകളുടെ എഫേർട്ട് വേസ്റ്റായി എന്നുള്ളതായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരുപാട് നൂറുകണക്കിന് മണിക്കൂറുകൾ നമ്മളെ കുട്ടികൾ, എല്ലാവരുടെയും കുട്ടികൾ, ഈ പരീക്ഷ ചെയ്യുന്ന എല്ലാ കുട്ടികളും കഴിഞ്ഞ ആഴ്ചകളിൽ, മാസങ്ങളിൽ, കൊല്ലങ്ങളിലായിട്ട് എടുത്ത എഫേർട്ടുണ്ട്. ആ എഫേർട്ടാണ് വേസ്റ്റായി പോകുന്നത്. അത് പലപ്പോഴും ചോദിക്കുക, ഇനി എഫേർട്ട് വീണ്ടും എടുത്താൽ പോരാ എന്നുള്ളതായിരിക്കും. അവരുടെ എല്ലാവരുടെയും ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇനി അടുത്തൊരു എക്സാമിന് അതൊരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ ഒരു എഫേർട്ട് എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനുള്ള ആളുകളല്ല എല്ലാവരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവർ ചെയ്ത ഒരുപാട് സാക്രിഫൈസുകളുണ്ട്. ഓക്കെ, അവരുടെ നേരത്തെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഇതിനു വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ള ടൈമുകൾ, അതിൻ്റെ ആസ്പെക്റ്റുകൾ, കാര്യങ്ങളുണ്ട്. ഇത് കോംപ്രമൈസ് ചെയ്യാൻ പലപ്പോഴും പറ്റണമെന്നില്ല. അതുപോലെ തന്നെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്, ഇപ്രാവശ്യം എക്സാമിൻ്റെ റിസൾട്ട് ആൻസർ കീ, പ്രൊഫഷണൽ ആൻസർ കീ പലരും റിലീസ് ചെയ്ത് പ്രൊഫഷണൽ ആൻസർ കീ നോക്കിയിട്ട് ഏകദേശം JRF കിട്ടുമെന്ന് ഉറപ്പുള്ള കുറേ കുട്ടികളുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നെറ്റ് കിട്ടുമെന്നും ഓൾമോസ്റ്റ് ഉറപ്പുള്ള കുട്ടികളുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളിലൊന്ന് അവരാണ്. ഡെഫിനറ്റ്ലി അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാലും അവർ ഇപ്രാവശ്യം എടുത്ത അത്ര എഫേർട്ട് അടുത്ത പ്രാവശ്യം അവർക്ക് എടുക്കാൻ പറ്റില്ല ഡ്യൂ ടു ദ ലൈഫ് സിറ്റുവേഷൻ, വിച്ച് മീൻസ് അവർക്ക് അവരുടെ കയ്യിൽ ഒതുങ്ങി എന്ന് അവർ വിശ്വസിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആ ഒരു സ്വപ്നം അങ്ങ് ഇല്ലാണ്ടാവാണ്. മേ ബി ഇനി ഫ്യൂച്ചറിൽ ഒരിക്കൽ പോലും അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കണമെന്നില്ല. എല്ലാവരുടെയും കേസ് അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത്. എയ്ഫറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് കുട്ടികൾ ഉള്ളതുകൊണ്ട് ഇന്നലെ രാത്രി തൊട്ടിട്ട് തന്നെ ഒരുപാട് കുട്ടികളുടെ കൺസേണുകളും ബുദ്ധിമുട്ടുകളും പേഴ്സണലി കേൾക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് പറയുകയാണ്. അതോടൊപ്പം തന്നെ വേണമെങ്കിൽ പറയാം, അവസാനമായിട്ട് നമ്മുടെ എന്താ വെച്ചാൽ നെറ്റ് എക്സാം എഴുതുന്നത് കുറച്ചുകൂടി ഏജ് മെച്ചേർഡ് ടീം കൂടി അതുകൊണ്ട് ഒരുപാട് പാരൻസ് ഉണ്ട്, ഒരുപാട് മദേഴ്സ് ഉണ്ട്. നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ മദേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അവർ കെയറിങ് ആയിട്ടുള്ള ആളുകൾ, ചെറിയ കുട്ടികളുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ അവരുടെ മക്കൾക്ക് വേണ്ടി കൊടുക്കേണ്ട, എസ്പെഷ്യലി ചെറിയ മക്കൾക്ക് വേണ്ടി കൊടുക്കേണ്ട ഒരുപാട് പ്രൊഡക്റ്റീവ് ടൈമാണ് ഇപ്രാവശ്യം എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചിലവഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു ടൈമൊന്നും ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. കുട്ടികൾ വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഇനി അടുത്ത എക്സാമിന് വീണ്ടും അവർക്ക് ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഗെയിൻ ദേ ഹാവ് ടു കോംപ്രമൈസ് ഓൺ ദാറ്റ് ടൈം.
നമ്മളെപ്പോഴാണ് ഫാമിലി ടൈം ചെറുതായിട്ട് കോംപ്രമൈസ് ചെയ്യുക എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്തിട്ട് ഇപ്രാവശ്യം ക്വാളിഫൈ ചെയ്തിട്ട് ടു ബി മോർ ഹാപ്പി വിത്ത് ദ ഫാമിലി എന്നുള്ളൊരു ആസ്പെക്റ്റാണ്. ഓക്കെ, അപ്പം ഏറ്റവും അവസാനമായിട്ട് എനിക്ക് തോന്നുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ആളുകൾക്ക് സിസ്റ്റത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്, ക്രെഡിബിലിറ്റി. ഇപ്പം ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, ആ യൂട്യൂബ് വീഡിയോസിൻ്റെ കമൻസിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുക ഇനി എന്തിനാ നെറ്റ് എക്സാം, ഇനി നെറ്റ് എക്സാം നടത്തിയാലും ഇതിങ്ങനെയൊക്കെ തന്നെയല്ല ഉണ്ടാവുക, കഴിഞ്ഞല്ല ഇങ്ങനെയല്ലായിരുന്നു ഉണ്ടായിരുന്നത്, എല്ലാ എക്സാമും ഇങ്ങനെ തന്നെയാണ് ഈ നാട്ടിലെ നെറ്റ് എക്സാം. ബിക്കോസ് ഞാനെല്ലാം അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, അപൂർവങ്ങളായിട്ട് സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇത് റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കുന്ന കേസുകളിൽ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു വിശ്വാസം അങ്ങ് നഷ്ടപ്പെടും. സിസ്റ്റത്തിൽ കുട്ടികൾക്ക് ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട ഇറ്റ് വിൽ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് സീരിയസ് കോൺസിക്വൻസസ് ഇൻ ദ ഫ്യൂച്ചർ എന്നുള്ളൊരു ആസ്പെക്റ്റാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കരുതുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ പലതും എന്താ പറയുക റിവേഴ്സിബിൾ അല്ല. ഇനിയൊരു അവസരം അടുത്ത മാസം എക്സാം എഴുതുക എന്ന് പറഞ്ഞാൽ ഇതിൽ പലതും റിവേഴ്സിബിൾ, ഡെഫിനറ്റ്ലി റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അവസാനം അതിൻ്റെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിലേക്ക് നമുക്ക് വരുമ്പോൾ അത് പറയാം. പക്ഷെ അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മൾ ഇതിൽ ഏറ്റവും സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കുട്ടികളോട് എനിക്ക് പറയാനുള്ളൊരു കേസ് എന്താ വെച്ചാൽ വി അക്സെപ്റ്റ് ദാറ്റ് എന്നുള്ളതാണ്. നമുക്ക് എംപതറ്റിക്കലി അവരെ മനസ്സിലാക്കാനാണ് സാധിക്കേണ്ടത്. ഇപ്പോൾ പലരും കാണുന്നൊരു കേസ് എന്താ വെച്ചാൽ ചില കുട്ടി ഇപ്പോൾ വിളിച്ചിട്ട് പറയും, അല്ലെങ്കിൽ നമ്മളെ പരിചയത്തിലൊക്കെ ഉണ്ടാവുമല്ലോ, എക്സാം ഇപ്രാവശ്യം ക്യാൻസലായി, എനിക്ക് ആകെ ബുദ്ധിമുട്ടാണ്, എന്താ ചെയ്യുക. ചിലർ ചിലപ്പോൾ ആദ്യം തന്നെ പറയാൻ എന്താ വെച്ചാൽ സാരല്ല അടുത്ത പ്രാവശ്യം ജയിക്കുക, അടുത്ത പ്രാവശ്യം നന്നായിട്ട് പഠിക്കാം. ഒരിക്കലും അത് പറയാൻ പറ്റില്ല. മേ ബി ഇൻ ദ ലോങ് ടേം നമുക്ക് അടുത്ത പ്രാവശ്യം നന്നായിട്ട് പഠിക്കാൻ പറ്റുമായിരിക്കും, അവർ ക്വാളിഫൈ ആയിരിക്കും. ഇമ്മീഡിയറ്റ്ലി അവർ അനുഭവിക്കുന്ന ആ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് ആണ് മേ ബി നമുക്ക് ചിലരുടെ കേസുകളിൽ ചിലപ്പോൾ അത് ലൈഫ് ലോങ് ഇമ്പാക്റ്റ് ഉണ്ടായേക്കാം. ഞാൻ ലൈഫ് ലോങ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം എത്ര സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം അവർക്ക് ചിലപ്പം ക്വാളിഫൈ ചെയ്യാൻ സാധിക്കണമെന്നില്ല. പിന്നെ അവർക്ക് ലൈഫിൽ നെറ്റ് എക്സാം എഴുതാൻ ചെയ്യണമെന്നില്ല. എല്ലാ കാലത്തും ആ ഒരു ഹണ്ടിങ് ഫാക്ടർ ആയിട്ടുണ്ടാവും. ആ ഒരു ഹണ്ടിങ് ഫാക്ടർ ആയിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അൾട്ടിമേറ്റ്ലി എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു ആസ്പെക്ട്, ഇതുമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്നുള്ള ആസ്പെക്റ്റിൽ. സാന്ദർഭികമായി പറയുകയാണെങ്കിലും വീട്ടിലുള്ള ആളുകൾ, രക്ഷിതാക്കൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഭാര്യമാരെഴുതുന്ന അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡ്സ് ഉണ്ട്, മക്കളുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ നെറ്റ് എഴുതിയ ആളുകളുണ്ട്, നല്ല റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ അവരോട് പരമാവധി ആ ഒരു കരുണ കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. അവർ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു. പലരും പോസിറ്റീവായി എടുക്കുന്നുണ്ട്, ഒരു ചാൻസും കൂടി അതിലേക്ക് ഞങ്ങൾ പോകുമെന്ന് പറയുന്നത്. ചില ആളുകളൊക്കെ തന്നെ അനിസ്ക പറഞ്ഞ പോലെ ഇന്ത്യ ഇങ്ങനെ ആയിപ്പോയോ, നമ്മൾ ഇവിടുന്ന് പോകേണ്ടതുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കമൻസിലേക്കൊക്കെ പോകുന്നു. പക്ഷേ ഞാൻ പറയുമ്പോൾ NTA കുറച്ചുകൂടി സീരിയസ് ആയി ഇത്തവണ എക്സാമിൽ PhD അഡ്മിഷനും നെറ്റ് എക്സാമിലൂടെ ആക്കുന്നു. JRFനും നെറ്റിനും അപ്പുറത്തേക്ക് അങ്ങനത്തെ ഒരു ആസ്പെക്റ്റ് കൂടി നെറ്റിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എക്സാം പെട്ടെന്ന് നടക്കും എന്ന് പറയാനുള്ളൊരു കാരണം PhD അഡ്മിഷനും പെട്ടെന്ന് നടക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഈ NEP ഒക്കെ പറയുന്നത് പോലെ എല്ലാം ഏകീകരിച്ച് വരുമ്പോൾ ഒരു ഇക്വിലിബ്രിയം അത് ബ്രേക്ക് ആവുകയില്ലേ, അത് കവർ ചെയ്യാൻ വേണ്ടി NTA പെട്ടെന്ന് എക്സാമിലേക്ക് പോകും എന്ന് നമ്മൾ കാണേണ്ടതുണ്ടോ? ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ PhD അഡ്മിഷൻ പലതും ഒരു ലാഗിങ് ആയിട്ടാണുള്ളത്. ഈ പല യൂണിവേഴ്സിറ്റികളും ഈ ജൂൺ എക്സാമിൻ്റെ നെറ്റ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും PhD. കാരണം റീസെൻ്റ്ലി നോട്ടിഫിക്കേഷൻ പ്രകാരമായിട്ട് ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും PhD അഡ്മിഷൻ്റെ 70% മാർക്ക് നെറ്റിൻ്റെ മാർക്കും വിത്തിൻ 1 ഇയർ കിട്ടിയ നെറ്റിൻ്റെ മാർക്കും 30% സിനോപ്സിസ് ആൻഡ് ഇൻ്റർവ്യൂ അതർ തിങ്സ് ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ PhD അഡ്മിഷനും ഒരു ലാഗിങ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ മേലിലുണ്ടായി ബ്ലാക്ക് മാർക്ക് അവർക്ക് പെട്ടെന്ന് ഇല്ലാണ്ടാക്കേണ്ടതുണ്ട്. PhD അഡ്മിഷൻ്റെ കൺഫ്യൂഷൻ അവർക്ക് തീർക്കേണ്ടതുണ്ട്. UGCക്ക് വേണമെങ്കിൽ മറ്റൊരു നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് വീണ്ടും ഒരു എൻട്രൻസ് എക്സാം നടത്തിയിട്ട് PhD എന്നൊക്കെ പറയാം. ഇറ്റ്സ് മോർ ഡിഫിക്കൽട്ട് ദാൻ ദിസ്. ഇറ്റ്സ് മോർ ഡിഫിക്കൽട്ട് ദാൻ ദിസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ എക്സാം ഉണ്ടാവും എന്നുള്ളതാണ്. മേ ബി ദിസ് വീക്കിൽ തന്നെ എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഒന്ന്, കുട്ടികൾ ചോദിക്കുന്നത് ഇനി അപ്ലൈ ചെയ്യാൻ ഒരു അവസരം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ഡൽഹിയിൽ ഞാൻ സെൻറ്റർ കൊടുത്തിരുന്നു, അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്, നാട്ടിലെത്തിയിട്ടുണ്ട്, ഇനി സെൻറ്റർ മാറ്റി കൊടുക്കാൻ പറ്റുമോ, അപ്ലൈ ചെയ്തിട്ട് ഇത്തവണ അറ്റൻഡ് ചെയ്തിരുന്നില്ല, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമോ, അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, NTA അറ്റൻഡ് ചെയ്തവർ മാത്രം, കഴിഞ്ഞ എക്സാം അറ്റൻഡ് ചെയ്തവർ മാത്രം അടുത്ത എക്സാം അറ്റൻഡ് ചെയ്താൽ മതിയോ, അങ്ങനെയുള്ള കൺസേൺസ് ഒക്കെ കുറേ കുട്ടികൾ പറയുന്നു. അതിനൊരു എക്സാക്റ്റ് ആൻസർ ഇല്ലെങ്കിലും ഹാൾ ടിക്കറ്റ് വന്ന കുട്ടികൾക്കൊക്കെ എക്സാം എഴുതാൻ കഴിയില്ലേ എന്നൊരു ചോദ്യം. ഇതിൻ്റെ ആൻസർ ശരിക്കും പറയേണ്ടത് NTA തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, നിലവിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ഒന്നുകൂടി രജിസ്റ്റർ ചെയ്യാതെ എക്സാം എഴുതാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതർവൈസ് ഇവർ ആപ്ലിക്കേഷൻ ഫീസൊക്കെ തിരിച്ചു കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. കാരണം 1000-1500 രൂപ ആപ്ലിക്കേഷൻ ഫീസ് വാങ്ങിയിട്ടാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. അപ്പം OBC ആണെങ്കിൽ തന്നെ 600 രൂപ മുതലുള്ള ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അപ്പം അതൊന്നും തിരിച്ചു കൊടുക്കൽ ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ നിലവിലുള്ള രജിസ്ട്രേഷൻ വെച്ചിട്ട്
നിലവിലുള്ള ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും വെച്ചിട്ട് എക്സാം എഴുതാൻ പറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. രണ്ടാമതുള്ളത് സെൻറ്റർ മാറ്റി കൊടുക്കാൻ അവസരമുണ്ടായിരിക്കും എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇപ്പം പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന ആളുകളുണ്ട്. ഇതിൽ ഇപ്പം ഐഫറിൽ തന്നെ അല്ലെങ്കിൽ നമ്മളോട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റുഡൻസ് 2 പേര് UK നിന്ന് വന്ന് എക്സാം അറ്റൻഡ് ചെയ്ത് ഈ ഒരു സമയത്ത് ലീവ് എടുത്ത് UK നിന്ന് വന്ന് തിരിച്ചു പോയ ആളുകളുണ്ട്. അവർക്കൊക്കെ ഇത് വലിയ റിസ്ക് ആയിരിക്കും. എന്നാലും ഡൽഹിയിൽ ഉണ്ടാകുമെന്ന് കരുതി ഈ ടൈമിന് ഡൽഹിയിൽ എക്സാം അപ്ലൈ ചെയ്ത ആളുകളുണ്ടാവും, അല്ലെങ്കിൽ കേരളത്തിലാണ് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവർ സ്വാഭാവികമായിട്ടും ഒരു മാസത്തെ ഒരു ഗ്യാപ്പ് അടുത്തൊരു എക്സാമിനൊക്കെ ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും ആ പ്ലേസിൽ നിന്ന് മാറും. കോഴ്സ് കഴിഞ്ഞിട്ട് പോകുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഫാമിലി വീട്ടിൽ നിന്ന് മാറുന്ന ആളുകളുണ്ടാവും. ഇതൊക്കെ NTA-ക്കും കോമൺ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളായതുകൊണ്ട് എക്സാം സെൻറ്ററിനൊക്കെ ഒരു ചേഞ്ച് വരുത്താനുള്ളൊരു അവസരം ഉണ്ടാകും. നേരെ മറിച്ച് സബ്ജക്റ്റ് മാറ്റി കൊടുക്കുവാനോ ഉള്ളൊരു അവസരങ്ങളൊന്നും ഇല്ലെങ്കിലും ഇത്തരത്തിലുള്ള പുതുതായി അപ്ലൈ ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല. മറിച്ച് ഒരു എക്സാം സെൻറ്റർ മാറ്റുക എന്നുള്ളതൊക്കെ കാണാം. പിന്നെ ഇത് എത്രത്തോളം ഡ്യൂറേഷൻ്റെ ഉള്ളിലാണ് ഇത് നടത്തുക എന്നുള്ളത് കൂടി ഇതിന് ഡിപ്പെൻഡബിൾ ആയിരിക്കും. ഇപ്പം നേരത്തെ അനിസാറൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തുകയാണെങ്കിൽ ചിലപ്പോൾ പല ഓപ്ഷനുകളും ഉണ്ടാവില്ല. ചിലപ്പോൾ ഹാൾ ടിക്കറ്റ് ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. എന്നാലും ആപ്ലിക്കേഷൻ നമ്പർ റോൾ നമ്പറും തന്നെ സെയിം ആയിരിക്കും. ഇനി ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ കൂടുകയാണെങ്കിൽ ചിലപ്പം കംപ്ലീറ്റ് മാറ്റേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അനിസാറിന് അതിൽ പറയാനുള്ളത് അല്ല, സിമിലർ ആയിട്ടുള്ളൊരു ആസ്പെക്ട് തന്നെയാണ് അതിൽ ഫീൽ ചെയ്യുന്നത്. കാരണം പുതിയൊരു അപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല, സെയിം ഹാൾ ടിക്കറ്റ് തന്നെ ആയിരിക്കും, സെയിം നമ്പർ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ സെൻറ്റർ മാറ്റാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം മുമ്പ് കോവിഡിൻ്റെ കാലത്ത് ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായ സമയത്ത് അവരിങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ മാറ്റാൻ പറ്റൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സബ്ജക്റ്റ് മാറ്റാൻ അനുവദിക്കാൻ സാധ്യത കുറവാണ്. ഓക്കെ, ഈ സെൻറ്റർ മാത്രമായിരിക്കും അനുവദിക്കാൻ സാധ്യത എന്ന് തോന്നുന്നു. ഇതുപോലെ തന്നെ ഇനിയൊരു അടുത്തൊരു നെറ്റ് എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ കുട്ടികളുണ്ട്. അവർ ചെറിയൊരു വിഷമത്തിലാണ്, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ചെറിയ ആശങ്കകൾ അവർക്കുണ്ട്. എങ്കിൽ പോലും ഈ ഒരു നെറ്റ് എക്സാം വൈകുന്നത് ഡിസംബറിലെ നെറ്റ് എക്സാമിനെയും ബാധിക്കുമോ, ഈ ഒരു റിസൾട്ട് വരാൻ വൈകുന്നത് അതിനെയും ബാധിക്കുമോ, മൊത്തത്തിൽ ഈ ഒരു താളം തെറ്റുമോ എന്നുള്ളൊരു ഭയമൊക്കെ അവർക്കുണ്ട്. ഇതിനെക്കുറിച്ച് അനീസ്ക എന്താണ്? ഇതിലുള്ളൊരു കാര്യം ഇപ്പോൾ ആരൊക്കെയോ ചാറ്റ് ബോക്സ് ഞാനിങ്ങനെ കമൻറ്റ് സെഷൻ നോക്കുകയായിരുന്നു. ഓക്കെ, ആരൊക്കെയോ ഡിസംബറായിട്ട് മേർജ് ചെയ്യുമോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും മേർജ് ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഡിസംബർ ഒരു ഡിഫറെൻ്റ് എക്സാമാണ്. മാത്രമല്ല ഇപ്പം കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളൊരു കാര്യം കൂടിയാണത്. ഇപ്പം നമുക്ക് ഇതിൽ കോടതികളിൽ അധികം ചെയ്യാൻ സാധിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ലീക്കേജ് മനസ്സിലാക്കി, അവർ ക്യാൻസൽ ചെയ്തു, അവർ അടുത്ത ആഴ്ചയോട് ഡേറ്റ് പ്രഖ്യാപിച്ചു. മേ ബി 2 ആഴ്ച കഴിഞ്ഞിട്ട് എക്സാം നടത്തുക എന്നുള്ളത് മുമ്പും ഈ നാട്ടിലെ അപൂർവം എക്സാമുകളിൽ ലീക്കേജ് സംഭവിച്ചതിൽ ഫോം ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ ഈ ഒരു എക്സാം ഡിസംബറോടുകൂടി മേർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്രാവശ്യം അവസരം കിട്ടേണ്ട ഒരുപാട് കുട്ടികൾക്കുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. കാരണം ഡിസംബറിൽ ഒരുപാട് പുതിയ കുട്ടികൾ വരും. ഓക്കെ, ഇപ്രാവശ്യം ആ അവസരം നഷ്ടപ്പെടുക എന്നുള്ളത് മേ ബി നമുക്ക് കോടതിയിലൊക്കെ പോകാൻ സാധ്യതയുള്ളൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ആ പരിപാടിക്ക് NTA നിൽക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മെർജിങ് ഉണ്ടാവില്ല, പെട്ടെന്ന് എക്സാം നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ പല സ്ഥലത്തും ഒഴിവുകൾ, ഈ 6 മാസത്തിൽ എക്സാം നടക്കുന്ന ആളുകൾക്കൊക്കെ റിസർച്ചിലേക്കുള്ള ഒഴിവുകൾ, അസിസ്റ്റന്റ് പ്രൊഫസർമാരിലേക്കുള്ള ഒഴിവുകൾ, അതൊക്കെ ഫില്ല് ചെയ്യണമെങ്കിൽ ഇവർ കൂടി വരേണ്ടതില്ലേ? അപ്പോൾ ഡിസംബറിൽ എക്സാം അന്ന് തന്നെ നടക്കാനാണ് ഏറ്റവും ഡിസംബറിൽ എക്സാം അന്ന് തന്നെ നടത്താനാണ് സാധ്യത. പിന്നെയുള്ളൊരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ജൂൺ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് നെക്സ്റ്റ് മന്തിലാണ് എക്സാം വരുന്നെങ്കിൽ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുക. ഇപ്പം PG ഫസ്റ്റ് ഇയറോ അല്ലെങ്കിൽ ചെറിയ ബ്രേക്ക് എടുത്തോ ഡിസംബറിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടാവും, അവർ പ്രിപ്പയർ ചെയ്യുക. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ്, അൾട്ടിമേറ്റ്ലി നമ്മൾ വളരെ സിമ്പിളായിട്ട് ആലോചിക്കുകയാണെങ്കിൽ NTA-ക്ക് പരീക്ഷ നീട്ടാനേ പറ്റുള്ളൂ, പരീക്ഷ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല, നടത്താതിരിക്കാൻ പറ്റില്ല. ഓക്കെ, വൺ ഡേ ദിസ് എക്സാം ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഹാപ്പൻ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. മേ ബി അടുത്ത ആഴ്ച ചിലപ്പോൾ നടക്കണമെന്നില്ല, പിറ്റത്തെ ആഴ്ച ആക്കിയാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് കുറച്ചുകൂടി പഠിക്കാനുള്ളൊരു സമയം കിട്ടി എന്നുള്ളൊരു ആസ്പെക്റ്റ് ആണുള്ളത്. അതാണ് അതിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിലൊന്ന് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പം ഡിസംബറിലെ എക്സാമിലേക്ക് മെർജ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാം എത്രത്തോളം ഇനി നീട്ടിക്കൊണ്ടു പോകുന്നോ, എത്രത്തോളം റിസൾട്ട് വൈകുന്നോ എന്നുള്ളത് ഓരോ ദിവസവും കഴിയുന്നതും കേന്ദ്ര സർക്കാരിനും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും ഭയങ്കര പ്രഷറായിരിക്കും, ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കും. അപ്പോൾ അതിന് അവർ നിൽക്കാൻ സാധ്യതയില്ല. എത്രയും പെട്ടെന്ന് നടത്തി ക്രെഡിബിലിറ്റി തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ഓപ്ഷനിൽ, കാരണം അവർ ഇന്നലത്തെ സർക്കുലറിൽ പറഞ്ഞിട്ടുമുണ്ട് എക്സാം ക്യാൻസൽ ചെയ്തു, ഉടനടി അടുത്തൊരു എക്സാം ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മറിച്ച് PhDക്ക് എത്ര ഒഴിവുണ്ടാവുമോ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിന് വേക്കൻസി ഉണ്ടാവുമോ എന്നതിനൊക്കെ അപ്പുറം അങ്ങനെയൊക്കെ ഒഴിവില്ലെങ്കിൽ കൂടി
ഇത് തിരിച്ചു പിടിക്കുക എന്നുള്ളത്. കാരണം നീറ്റിന് ഇഷ്യൂ വന്നു, CUET PG എൻട്രൻസിനും ഇഷ്യൂ റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ് ഇങ്ങനെയായ സ്ഥിതിക്ക് ഇതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ. കാരണം നീറ്റ് എക്സാം വരെ ആദ്യം ഗ്രേസ് മാർക്ക് ഒഴിവാക്കി കൊടുത്ത് ആഡ് ചെയ്തേ, പക്ഷെ എന്നിട്ട് പോലും അവർക്ക് ആയിട്ട് എക്സാം നടത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അവരെന്ത് ചെയ്യില്ല, പിന്നെ ഒരു ക്രെഡിബിലിറ്റി തിരിച്ചു പിടിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എക്സാം അനിസാർ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ പ്രസ്ഥാനങ്ങളൊക്കെ ഇത് ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ത്രൂ ഔട്ട് ദ കൺട്രി. അപ്പം നീറ്റ് ഒരിക്കലും ഒരു വെരി സീരിയസ് പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇത് പൊളിറ്റിക്കൽ ഇഷ്യൂ ആവാനുള്ള കാരണം നീറ്റും നെറ്റും കൂടി കമ്പൈൻഡ് ആയതുകൊണ്ടാണ്. നെറ്റ് മാത്രമായിട്ടല്ല ഇഷ്യൂ. പക്ഷെ ഇപ്പം ഒരുവിധം എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഇത് ഏറ്റെടുത്തിട്ടുണ്ട് നാഷണൽ ലെവലിൽ തന്നെ. മാത്രമല്ല പ്രതിഷേധങ്ങൾ നടക്കുന്നത് അധികവും സെൻട്രൽ ഗവൺമെന്റ് ഓഫീസുകളുടെ ഖരാവ് ചെയ്യുക, സ്ട്രൈക്ക് ചെയ്യുക പോലെയുള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്നൊരു തീരുമാനമാക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഷുവർ. ഇനി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ, നേരത്തെ പറഞ്ഞൊരു ആസ്പെക്റ്റാണ്, അവർ നിരാശരാവേണ്ടതില്ല. പരീക്ഷ ആ സമയത്തൊക്കെ JRFനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഇനി ആ ഒരു സമയമായിട്ട് എല്ലാം വന്നതിന് ശേഷം തുടങ്ങാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ സമയം തികയാത്ത അവസ്ഥയും ചിലപ്പോൾ വന്നു എന്ന് വരാം എന്ന് തന്നെയാണ് ഇവിടുന്ന് സൂചിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ NTA യുടെ ഒരു ചോദ്യം ചെയ്യലാണോ നടന്നത്, അല്ലെങ്കിൽ മൊത്തത്തിൽ ഇപ്പോൾ നീറ്റും NTA കീഴിൽ വരുന്നു, അതുപോലെ നെറ്റും വരുന്നു. മുൻപ് CBSE പോലുള്ള ഫേമുകൾ ഇത് നടത്തുന്നു. NTA അല്ലാതെ നീറ്റ് വേറൊരു ഇതിലേക്ക് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും നീക്കം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇതിലുള്ളൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ആ ഒരു ബോഡിയുടെ പ്രശ്നമല്ല. ഞാനിപ്പോഴും മനസ്സിലാക്കുന്ന NTA ഹെഡ് അതോറിറ്റി, NTA മിഷൻ ഒബ്ജക്റ്റീവുകളിൽ ഓക്കെ, അതുപോലെയുള്ള NTA ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഹൂവർ ഇറ്റ് ഈസ്, അവരൊന്നും ഒരിക്കലും അറിഞ്ഞുകൊണ്ട് കൊണ്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇത് എന്ന് ഞാൻ കരുതുന്നില്ല. അവർ ഡിസൈഡ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണെന്നും കരുതുന്നില്ല. നീറ്റ് ആവട്ടെ നെറ്റ് ആവട്ടെ. പക്ഷേ ബീയിങ് ദ ലീഡേഴ്സ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ എവറിത്തിങ് ഹാപ്പനിങ് അണ്ടർ ഇറ്റ്സ്. നമുക്ക് എന്ന് കരുതിയിട്ട് അവർക്ക് ഇതിലൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എവിടെയാണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ആ പ്രോസസ്സിലാണ്. അതായത് കോടിക്കണക്കിന് അല്ലെങ്കിൽ അതർ എക്സാം എടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ എഴുതുന്ന ഒരു എക്സാമിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിനോ 10,000-കണക്കിനോ ആയ ആളുകളുടെ കയ്യിലൂടെ മേ ബി കയറി മറിയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ അതിൻ്റെ ആ ഒരു ഒതൻറ്റിസിറ്റി, അതിൻ്റെ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മെക്കാനിസം ഉണ്ടല്ലോ, ആ മെക്കാനിസത്തിലാണ് പ്രശ്നം. അവിടെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇനി നേരെ NTA മാറ്റി പുതിയ ടീമായാലും ദ സെയിം തിങ് വിൽ ബി റിപ്പീറ്റിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ NTA നടത്തിയത് കൊണ്ടാണ് ഈ പ്രശ്നമെന്ന് ഞാൻ കരുതുന്നില്ല. ആരാണോ നടത്തിയത് അവരുടെ ആ ഒരു സിസ്റ്റം ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കണ്ടക്ടിങ് ദീസ് എക്സാം, അതിലെന്തോ ഒരു ലൂപ്പ് ഹോൾസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതിലാണ് സീരിയസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്രാവശ്യം ഇതുവരെ ഇതിൻ്റെ ഒരു സീരിയസ് എക്സ്പ്ലനേഷൻ NTA തന്നിട്ടില്ല. അതൊരു സിസ്റ്റത്തിലുള്ള സീരിയസ് ലൂപ്പ് ഹോളാണോ ഇതിൻ്റെ കാരണം എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഡോണ്ട് നോട്ട് ക്ലിയർ അബൌട്ട് ദാറ്റ്. ഞാൻ കുട്ടികളൊക്കെ ഒരുപാട് സംശയം ചോദിക്കുന്നു. ഇപ്പോൾ കമൻറ്റ് ബോക്സിലാണെങ്കിലൊക്കെ ഇന്നലെ വന്ന ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇന്നലെ ന്യൂസിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന ചോദ്യം തിരിച്ച് CBTയിലേക്ക്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിലേക്ക് തിരിച്ചു പോകുമോ എന്നുള്ളതും. അതുപോലെ തന്നെ നമുക്കറിയാം 10 ലക്ഷത്തോളം 11 ലക്ഷത്തോളം ആപ്ലിക്കേഷൻ വരുന്നു. അതിലൊരു 6 to 7 ലക്ഷം കുട്ടികൾ എക്സാം എഴുതുന്നു. ഇങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടും ട്രബിളും വരുന്ന സമയത്ത് എക്സാം എഴുതുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ഇനി വരുന്നൊരു എക്സാമിൽ കുറവുണ്ടാകുമോ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലേക്ക് ഇത് തിരിച്ചു പോകുമോ എന്നുള്ളൊരു ചോദ്യം കുട്ടികൾ വാലിഡായി ചോദിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ ഈ OMR ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മേ ബി ക്വസ്റ്റ്യൻ ലീക്ക് വാട്ട് എവർ ഇഷ്യൂ ഉണ്ടായത്. തിരിച്ച് ഓൺലൈനിലേക്ക് പോകണം എന്നുള്ളൊരു വലിയൊരു ആർഗ്യുമെൻറ്റ് സൈഡിലൂടെ നടക്കുന്നുണ്ട്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഒരു അർത്ഥത്തിൽ അത് ശരിയാണ്. കാരണം നമ്മൾ ഓൺലൈൻ ആവുന്ന സമയത്ത് കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. CCTV ആസ്പെക്റ്റുകൾ, മറ്റു പല സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു ആസ്പെക്റ്റുകളൊക്കെ ഉണ്ട്. അതേസമയം ലോകത്ത് OMRകളും ഒരുപാട് സക്സസ്ഫുൾ ആയിട്ട് നടത്തപ്പെട്ടിട്ടുണ്ട്. നീറ്റ് എക്സാം ഇതുവരെ നമ്മുടെ നാട്ടിലെ PSC എക്സാമുകൾ ഓക്കെ, അപൂർവമായിട്ട് എല്ലാ എക്സാമിലും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലാതെ UPSC എക്സാമുകളൊക്കെ, ഇങ്ങനെയുള്ള ഒരുപാട് എക്സാമുകൾ ഈ നാട്ടിൽ OMRഉം, അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. OMRന്റെ പ്രശ്നമല്ല, കമ്പ്യൂട്ടറിന്റെ പ്രശ്നമല്ല, ആരാണ് അല്ലെങ്കിൽ ഏത് സിസ്റ്റമാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ആസ്പെക്റ്റിന്റെ പ്രശ്നമാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവർ ഓഫ്ലൈൻ ആക്കിയത് കൊണ്ട് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് അടുത്ത എക്സാം നടത്തണം എന്നുള്ളത് കൊണ്ടും OMR തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റി, ദ ഹോൾ ക്വസ്റ്റ്യൻസ് റെഡി ആയിട്ട് OMR ലെവലിലേക്ക് ഒന്നുകൂടി ഈസി ആയിരിക്കും. ദ ഹോൾ ക്വസ്റ്റ്യൻസ് അപ്ലോഡിങ് ദ സിസ്റ്റം, ദ മെക്കാനിസം, സോഫ്റ്റ്വെയർ, ആൻഡ് ഓൾസോ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ
OMRന് നമുക്ക് ഓൺലൈനിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സെൻറ്ററുകളുമായിട്ട് നമുക്ക് ലിങ്കേജ് വേണം. മുമ്പ് ലിങ്ക് ഉണ്ടാവും, അവർക്ക് മെയിൽ അയക്കുക, അവരുടെ കൺഫർമേഷൻ ആ ഡേറ്റുകൾ കൺഫേം ആവുക, റെഡിയാക്കുക. ഇറ്റ് വിൽ ടേക്ക് ക്വൈറ്റ് എ ലോങ് ടൈം. അതുപോലെ കഴിഞ്ഞ തവണയൊക്കെ ഒരു മാസം നീണ്ടു നിന്ന എക്സാമുകൾ നമുക്ക് ഉണ്ടായിരുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ആകുമ്പോൾ. അപ്പോൾ അനീസ്ക പറഞ്ഞതുപോലെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈ ഒരു അലിഗേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു OMR ഓഫ്ലൈൻ എക്സാം തന്നെ ആയിരിക്കും ഇനിയും വരാൻ പോകുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമല്ലേ? ഇപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ എക്സാം കുറച്ച് ലാഗ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പക്ഷേ അതിന് അവർ നിൽക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു അസംഷൻ. സോ OMR തന്നെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഇനി നമ്മൾ പോസിറ്റീവായ കാര്യങ്ങളും കുറച്ച് നമ്മൾ ഒരുപാട് അതിൻ്റെ ആസ്പെക്റ്റുകൾ സംസാരിച്ചു. ബേസിക്കലി കുറച്ച് പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഞാൻ 5 ആളുകളോട് സംസാരിച്ചതിൽ ഒരാൾ എന്നോട് പോസിറ്റീവായി പറഞ്ഞത് ഒരു മാസം കൂടി കിട്ടി, അല്ലെങ്കിൽ എനിക്ക് വീക്കായിട്ടുള്ള ഏരിയാസ് ഏതാണെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാത്ത സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലായി, ഇനി കുറച്ച് സമയം കിട്ടിയാൽ ഒരുപക്ഷെ ഞാൻ നെറ്റിലേക്കോ JRFലേക്കോ എത്തിയേക്കാം എന്ന് പോസിറ്റീവായി കാണുന്ന വളരെ ചുരുക്കം ആളുകളെങ്കിലും ഉണ്ട്. അതുപോലെ ഈ പരീക്ഷയിലും ഈ ഒരു മാറ്റിവെക്കലിലൊക്കെ പോസിറ്റീവായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ പിന്നെ ആദ്യം പറയാനുള്ളത്, ഇതിൽ പോസിറ്റീവായ ആളുകളും ഉണ്ട്, ഹാപ്പി ആയിട്ടുള്ള ആളുകളും ഉണ്ട്, ഒരുപാട് ആളുകൾ. പക്ഷേ അതിനൊരു ബേസിക് ഒരു പ്രശ്നമുണ്ട്. അവർ പോസിറ്റീവ് ആവുക, ഹാപ്പി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പഠിക്കാതെ പോയിട്ടുള്ള ആളുകളായിരിക്കും, അവർ എഫേർട്ട് ഇടാതെ പോയിട്ടുള്ള ആളുകളായിരിക്കും. ഒരു സീരിയസ് ആയിട്ട് പഠിച്ചു പോയ ഒരാൾ ഈ ഒരു സിറ്റുവേഷനിൽ ഹാപ്പി ആവില്ല എന്നുള്ളതും അവരെയാണ് ഇത് മെൻ്റലിയും ട്രോമാറ്റിക്കലിയും ബാധിക്കുക എന്നുള്ളതുമാണ് അതിൽ ആദ്യം പറയാനുള്ളത്. ബട്ട് ഡെഫിനറ്റ്ലി കുറച്ച് ആളുകളുണ്ടാവും, നന്നായി പഠിച്ചു പോയ ആളുകൾക്ക് ടൈം കിട്ടാത്ത ആളുകളുണ്ടാവും. OMR പിന്നെ അത് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടി പറഞ്ഞത് ഞാൻ സാന്ദർഭികമായി ഓർക്കുന്നു. ഞാൻ നന്നായി പരീക്ഷ എഴുതി, പക്ഷേ രജിസ്റ്റർ നമ്പർ ബബിൾ ചെയ്ത സമയത്ത് മാറിപ്പോയി. രജിസ്റ്റർ നമ്പർ പിന്നെ മാറിപ്പോയി ബബിൾ ചെയ്ത ആളുകളുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ 6ാമത്തെ ക്വസ്റ്റ്യനിൽ ആൻസറിൽ പോയി ബബിൾ ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്തു, പക്ഷേ ഇവിടെ കൊടുക്കാൻ മറന്നുപോയി, അതിന് ടൈം കിട്ടിയിട്ടില്ല എന്നുള്ളത്. അങ്ങനെ നന്നായി പഠിച്ച് എന്നാൽ ഇതുവരെ OMR എക്സാം എഴുതാൻ കഴിയാത്ത സീരിയസ് ആയി പ്രശ്നങ്ങൾ നേരിട്ട ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് ഇതെന്തായിരിക്കും, ഒരു മോക്ക് ടെസ്റ്റ് പോലെ, ഒരു NTA നടത്തിയിട്ടുള്ള ഒരു മെഗാ മോക്ക് ടെസ്റ്റ് പോലെ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്, ഒരു മോഡൽ എക്സാം പോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. 2 വളരെ സീരിയസ് ആയി പഠിച്ച ആളുകളെ സംബന്ധിച്ച്, പിന്നെ JRF ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. അത് ഒരു സാക്രിഫൈസ് ചെയ്യുക, ജീവിതത്തിന്റെ ഭാഗമായിട്ടൊരു ചലഞ്ചായിട്ട് തന്നെ കൂട്ടേണ്ടി വരും. അതല്ലാതെ ജസ്റ്റ് മിസ്സായ ആളുകളുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഒന്നുകൂടി ഒരു അവസരമാണ്, കുറച്ചുകൂടി ടൈം കിട്ടി, എവിടുന്നൊക്കെ ക്വസ്റ്റ്യൻസ്, ഒരു ഓപ്പർച്യൂണിറ്റി, എവിടുന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഒന്നുകൂടി പഠിക്കുവാനും ആ നെറ്റുള്ളത് JRFലേക്കും അല്ലെ 2% നെറ്റ് പോയ ആളുകൾക്ക് നെറ്റിലേക്കൊക്കെ തിരിച്ചു വരാനുള്ള ഒരു അവസരം ഉണ്ടായി എന്നുള്ളതാണ്. അനീസ്ക പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ആൾറെഡി ഉണ്ടാക്കി വെച്ച ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏകദേശം ഈ പാറ്റേണിനോടൊക്കെ അത് നീതി പുലർത്തില്ലേ? ആണെങ്കിൽ അതിനൊരു ആൻസർ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കണം എന്നുള്ളതാണ്. അഡ്വാൻസ് ലെവലും ബേസിക് ലെവൽസ് ക്വസ്റ്റ്യൻസും നമ്മൾ പ്രതീക്ഷിക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പം ഓൾറെഡി ഒരുപാട് സെറ്റ്, നമുക്കറിയാം എല്ലാ എക്സാമിനും ഒരുപാട് പാരലൽ സെറ്റുകൾ ഉണ്ടാകും. അത് ഒരു ട്രെൻഡ് തന്നെയാണ്, കോമൺ ആയിട്ട് അത് വെച്ച് പുലർത്തുക. കാരണം ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുക. പക്ഷേ അങ്ങനെ വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഇതിൽ ഈ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിൽ ഞാൻ ഒന്നുകൂടി ആഡ് ചെയ്യാം. ആദ്യം മനസ്സിലാക്കേണ്ടത് അൾട്ടിമേറ്റ്ലി പരീക്ഷ നല്ല നിലക്ക് നടന്നു പോവുക, റിസൾട്ട് വരിക, ഇത് തന്നെയാണ് ഏറ്റവും ഇതിൻ്റെ ബെസ്റ്റ്. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. നമ്മളെ മനുഷ്യന്മാരെ സംബന്ധിച്ച് ഇനിയുള്ള ഓപ്ഷൻ അതിൽ പോസിറ്റീവ് കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ബീയിങ് ഫ്രാങ്ക് അബൌട്ട് ദാറ്റ്. ആദ്യമേ പോസിറ്റീവ് ഉണ്ടായിട്ടൊന്നുമല്ല, ബിക്കോസ് വി വാണ്ട് ടു സർവൈവ്. ലൈഫിൽ എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷ പോലെ നടക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതേ പ്രശ്നം ചിലപ്പോൾ എപ്പോൾ ഉണ്ടാവുമായിരുന്നു. ഈ എക്സാം ശരിക്കും ഇപ്പം ഈ എക്സാം ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ഇതിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോഴും പലർക്കും ഇതേ പ്രശ്നം ഉണ്ടാവും. ക്വാളിഫൈ ചെയ്തിട്ടില്ല എന്നുള്ള ഇപ്പോൾ അവർ അനുഭവിക്കുന്ന പോലെയുള്ള ഡിസ്ട്രെസ് ആ സമയത്ത് അവർ അനുഭവിക്കും. ഡെഫിനറ്റ്ലി 2 ഡിഫറെൻറ്റ് ഡിഗ്രിയിലായിരിക്കും. അപ്പോൾ പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇത് പോസിറ്റീവായിട്ട് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യൻ്റെയും ഒരു ബേസിക് ഇൻസ്റ്റിക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത് എന്നുള്ളത്. അതിലുള്ളൊരു ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് എല്ലാവർക്കും എക്സാം എഴുതി ആൻസർ കീയൊക്കെ നോക്കിയ ആളുകളാണെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും ഒന്നുകൂടി നന്നാക്കാമായിരുന്നു, ഒരു 2-3-4 ക്വസ്റ്റ്യൻ കൂടി റെഡിയാക്കാമായിരുന്നു, ഞാൻ ഹയർ എഡ്യൂക്കേഷനിൽ ഈ ഒരു ടോപ്പിക് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ലോജിക്കൽ റീസണിങ് ഇത് മാത്രം എനിക്ക് ആ സ്പീഡിൽ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ള 2-3 ടോപ്പിക്കുകളോ അല്ലെങ്കിൽ 2-3 കാര്യങ്ങളോ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും.
അത് ഇവർക്ക് ലിമിറ്റഡ് ടൈമിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇനി വരുന്ന ടൈമിൽ അവർക്ക് ബേസിക്കലി അത് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടാവും എന്നുള്ളത്. അതായത് ചില ടോപ്പിക്കുകൾ ഒന്നുകൂടി നന്നായിട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കുകൾ ആസ്പെക്റ്റുകൾ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് OMR ചെയ്യാൻ പറ്റാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടി ബാക്കിയുള്ളതിൽ അത്ര അധികം ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ, നോർമലി എക്സ്ട്രാ ചെയ്തിട്ടില്ലെങ്കിൽ ആ ക്വസ്റ്റ്യനെ കൊണ്ട് ആ കുട്ടി ക്വാളിഫൈ ചെയ്യാതിരിക്കാം. അതൊരിക്കലും ഇറിവേഴ്സിബിൾ ആയിരിക്കും. ഓക്കെ, അറ്റ്ലീസ്റ്റ് നമുക്ക് ഇവിടെ ആശ്വസിക്കാനുള്ളൊരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കാരണമല്ലല്ലോ ഈ പ്രശ്നം ഉണ്ടായെന്നുള്ളതാണ്. മറിച്ച് ആ എക്സാം നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാരണമാണല്ലോ, ദ ഗിൽറ്റ് വിൽ ബി മോർ. ഇപ്പോഴുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ഒരു ചെറിയൊരു ആശ്വാസം ആളുകളെടുത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാരണമല്ലല്ലോ, NT ആണല്ലോ അൾട്ടിമേറ്റ്ലി ഇതിന് കാരണം, എനിക്കൊന്നും ഇതിൽ ചെയ്യാനില്ലല്ലോ എന്നുള്ളൊരു ആസ്പെക്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഒരു OMR എക്സാം എഴുതിയത് കൊണ്ട് കിട്ടിയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസുകളുണ്ട്. ആ എക്സ്പീരിയൻസുകൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏത് ഏരിയസാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ പാറ്റേണിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. അപ്പോൾ പാറ്റേൺ അതുപോലെ തന്നെ ആവുമെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല. ചിലപ്പോൾ നേരത്തെ ചോദിച്ച പോലെ ഒരു സിമിലർ കോപ്പി ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കാനാണ് സാധ്യത ഓൾമോസ്റ്റ്. ബട്ട് ഇനിയിപ്പം അങ്ങനെ ഉണ്ടാക്കി വെക്കാതെ ഈ പുതിയ ടൈമിൽ ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഓക്കെ, സോ ബേസിക്കലി ചിലപ്പോൾ പാറ്റേണുകളും, പിന്നെ അറ്റ്ലീസ്റ്റ് നമ്മൾ അങ്ങനെ പാറ്റേൺ പഠിക്കാൻ നമുക്ക് പറ്റും. അത് വന്നിട്ടില്ലെങ്കിലും പ്രശ്നമല്ല, അത് നമുക്ക് പരീക്ഷ ഉപകാരപ്പെടും എന്നുള്ളതാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാലും വരും എന്നുള്ള മറ്റൊരു ആസ്പെക്റ്റും കൂടി ചോദിക്കുകയാണെങ്കിൽ, ഇനി നടക്കാൻ പോകുന്ന ഒരു എക്സാം എല്ലാ പഴുതുകളും അടച്ചിട്ടായിരിക്കില്ല. അതായത് നമ്മൾ പറയാറുണ്ട് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നൊക്കെ പറയുന്ന പോലെ, ഇനി നടത്താൻ പോകുന്ന എക്സാമുകളൊക്കെ എല്ലാ പഴുതുകളും അടച്ച് പരമാവധി അതിന്റെ ക്രെഡിബിലിറ്റി കാത്തു സൂക്ഷിക്കുന്ന രൂപത്തിൽ നടത്താൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ എക്സാമുകളൊക്കെ ഒന്നും കൂടി ഉഷാറാവും. ഇതിലിപ്പോൾ ഓൾറെഡി മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിൽ ഇപ്രാവശ്യം തന്നെ ഇവർ എല്ലാ പൈതും അടിച്ചിട്ടാണ് നടത്തിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എക്സാമിനേഷൻ ഹാളിൽ പോകുന്നത് ഒരു ബെൽറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഞാനൊരു കാറിന്റെ കീ ഉണ്ടെങ്കിൽ കൂടി പുറത്ത് കൊണ്ടുപോയി വെക്കാം, പെണ്ണ് പുറത്ത് അവിടുന്ന് കൊടുക്കുന്നു, നമ്മൾ കൊണ്ടുപോയി പെണ്ണ് തിരിച്ചു കൊണ്ടുപോയി വെക്കാൻ പറ്റുക, ഫോട്ടോ ഒട്ടിക്കുക, സെയിം ഫോട്ടോ ആവുക. നമുക്ക് വിസിബിൾ ആയിട്ടുള്ള എല്ലാ കേസിലും ഇപ്രാവശ്യം പൈത അടച്ചിട്ട് തന്നെയാണ്. ചില ആളുകൾ കമന്റിൽ പറയുന്നുണ്ട്, അതിന്റെ എത്രത്തോളം അതിന് പ്രൂഫാണെന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഷൂ ഊരണ്ട് വന്നിട്ടില്ല, അതിലൊക്കെ ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടാവാം. കാരണം അതൊന്നൊരു സ്ട്രിക്റ്റ് ആയിട്ട് അവർ ഹോൾ ടിക്കറ്റ് പറയുന്ന സംഭവങ്ങളല്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞത് വെച്ചാൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളതിൽ ഓൾറെഡി സിസ്റ്റമാറ്റിക് ആയിരുന്നു, ഇന്റേണൽ ആസ്പെക്റ്റിലായിരുന്നു സിസ്റ്റം ഇല്ലാതിരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് വിസിബിൾ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം മനസ്സിലാവില്ല. ഡെഫിനറ്റ്ലി ദേ വിൽ ബി വർക്കിംഗ് ഓൺ ദാറ്റ്. നമുക്ക് മനസ്സിലാവും അടുത്ത പ്രാവശ്യം ലീക്ക് ആവാതിരിക്കുക, എക്സാം നല്ല നിലക്ക് നടക്കുക, ഓക്കെ, റിസൾട്ട് വരിക എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അവർ പൈതടച്ചിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആയിരിക്കും അവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളും പ്രതീക്ഷിക്കുന്ന ഒരു ആസ്പെക്ട്. നേരത്തെ ഭാഷ ചോദിച്ചതിന്റെ കൂടെ തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കാണ്. ഇപ്പോ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരിക്കുന്ന ഒരു ടീം ഈ എക്സാമിൽ JRF കിട്ടിയ ആളുകളായിരിക്കും. അപ്പോൾ പക്ഷേ അത് ഈ ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടായിരിക്കില്ല അവർക്ക് JRF കിട്ടുക. കാരണം അവർക്ക് അത്രയും നോളജും ഓരോ പ്രിപ്പറേഷനും അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ അവർ വിഷമിച്ചിരിക്കേണ്ടതുണ്ടോ? അതിൻ്റെ ഒരു സാധ്യത കൂടി. ഇതിലുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഒന്ന് അവർക്കിപ്പോൾ വിഷമം ഉണ്ടായിരിക്കും, ഓക്കെ, പക്ഷേ അവരതിലൂടെ കടന്നു പോകും. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്താ വെച്ചാൽ, അവരെങ്ങനെയാണ് ഇത്ര മാർക്ക് കിട്ടിയത് JRF കിട്ടാനെന്ന് അവർ ആലോചിച്ചാൽ മതി. അവർ പഠിച്ചിട്ടാണ്. അവർക്കൊരിക്കലും ലീക്കായ പേപ്പർ കിട്ടിയിട്ട് അവർ എഴുതിയതല്ല. ഈ എക്സാം മാറ്റുന്നതിൽ ആദ്യം പേടിക്കേണ്ടത് ലീക്കായ പേപ്പർ കിട്ടിയവരാണ്. അവർക്ക് ഓൾറെഡി പേപ്പർ കിട്ടിയിട്ട് ഉത്തരമൊക്കെ കണ്ടെത്തിയിട്ട് പോലും നല്ല വൃത്തിയിൽ ആൻസർ എഴുതി വെക്കുന്നുണ്ടാവും. ഓക്കെ, അവർക്ക് പണി കിട്ടും. Okay, so sometime cancelling an exam is a blessing for seriously preparing aspirants and is a disgrace for those who have done the manipulation എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ച് അവർ പഠിച്ചുണ്ടാക്കിയ വിവരം കൊണ്ടാണ് അവർക്ക് മാർക്ക് കിട്ടിയത് എന്നുള്ളത് കൊണ്ട് അടുത്ത പ്രാവശ്യം എക്സാം നടക്കുമ്പോൾ അവർക്ക് ആ വിവരമുണ്ട്. NTA എക്സാം ആണ് റീസെറ്റ് ചെയ്ത്, നമ്മളെ ബ്രെയിൻ റീസെറ്റ് ചെയ്തിട്ടില്ല. ബ്രെയിനിൽ എന്തൊക്കെ പഠിച്ചോ അതൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ കുറച്ച് പെയിൻഫുൾ ആണ്, പക്ഷെ ആ പെയിനിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്യും. പക്ഷെ ആ പെയിനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. ഓക്കെ, നമ്മൾ മറ്റേ ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ പോലെ പെയിനിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്ട്രാ എനർജി ഉണ്ട് നമുക്ക്. ആ എനർജിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇപ്രാവശ്യം അങ്ങനെ കിട്ടിയ ഒരാൾക്ക് ഒരു 72% മാർക്കാണ് കിട്ടിയതെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി വെച്ചിട്ട് ഡെഫിനറ്റ്ലി ദേ ആർ ഗോയിങ് ടു സ്കോർ ബെറ്റർ ദാൻ ദാറ്റ്. That ways let's consider it as a blessing. അതുപോലെ തന്നെ ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്ക് JRF കിട്ടിയ ഒരാളാണെന്ന് വെക്കുക. ഇത്തവണ 75% ഞാൻ പഠിച്ച് സ്കോർ ചെയ്തിട്ട് 75% മാർക്ക് കിട്ടി. എൻ്റെ അതേ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചോർന്നിട്ടുള്ളതെങ്കിലോ, ഇത് പഠിക്കാതെ 80% മാർക്ക് കിട്ടിയ ഒരാൾ ജയിക്കുകയും ഞാൻ JRF ക്വാളിഫൈ ചെയ്യും.
ഇത് മുൻപേ കണ്ടത് സോ ബേസിക്കലി ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയാലും എക്സാം മാറ്റി വെക്കുക നടത്തുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ശരിയായ ഒരു കാര്യം. ഓക്കെ, നമുക്ക് പുറത്തുനിന്ന് നമുക്ക് ശരിക്കും ശരിയാകാം. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം അതിൻ്റെ വിക്ടിംസ് ആയി എന്നുള്ളത് കൊണ്ടും അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളത് അറിഞ്ഞു എന്നുള്ളത് കൊണ്ടും നമുക്കത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇമോഷണൽ ജീവികളാണ് മനുഷ്യന്മാർ എന്നുള്ളത് കൊണ്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്, വെരി സീരിയസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇതിലെ മെജോറിറ്റി എന്നുള്ളതാണ് ഫീൽ പേപ്പർ ലീക്ക് ആയി കഴിഞ്ഞാൽ ക്യാൻസലേഷൻ ആണ് ജസ്റ്റിസ്. യെസ് യെസ് യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത് തന്നെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും നല്ലത് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അടുത്ത് തന്നെ ഒരു എക്സാം ഉണ്ടാവട്ടെ. ഇതുവരെ അടുത്തൊരു എക്സാമിലേക്ക് ഇനി കുട്ടികൾ എങ്ങനെ നോക്കി കാണും ഇപ്പോഴത്തെ ഒരു മൊമെന്റിൽ എന്നുള്ളത് കൊടുക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ, ഓൾറെഡി ക്വാളിഫൈ ചെയ്ത ഈ JRFന് അധികം മാർക്ക് കിട്ടിയ ആളുകൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ, അവർ വായിക്കുന്ന കാര്യങ്ങൾ അവർ ഏകദേശമൊക്കെ വായിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അവർക്ക് മാർക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ദെൻ സ്റ്റിൽ യു ക്യാൻ റിവൈസ് ആൻഡ് ജസ്റ്റ് ആ ഒരു ബൗണ്ടറിയിലുള്ള ആളുകൾ മിസ്സായ ടോപ്പിക്കുകൾ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളൊരു ആസ്പെക്റ്റാണ്. കുറച്ച് വീക്കായിട്ടുള്ള ഏരിയയിലുള്ള ആളുകളും ഒരു 150 ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിലല്ല അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ നോളജ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇത് ഈ എക്സാമിന് ചോദിച്ച 150 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം. യു ആർ നോട്ട് ബാഡ്. ഓക്കെ, സോ യു ഹാവ് സ്റ്റിൽ ചാൻസ്. അവരും അതിൽ നിന്ന് എനർജി എടുക്കുക, മുന്നോട്ട് പോവുക. ആൻഡ് ദ നെക്സ്റ്റ് 1 month എവ്രിബഡി ഹാസ് ഓപ്ഷൻ ടു ക്വാളിഫൈ. ഓക്കെ, ഇതിലൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഐഫർ ഇന്നലെ പേപ്പർ 1ൻ്റെ എല്ലാ സീരീസും എല്ലാ സെറ്റുകളും ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തു, ആൻസർ കീ പബ്ലിഷ് ചെയ്തു. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ പേപ്പർ 2ലേക്കും സീരിയസ് ആയിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്നതിലേക്ക് വരുന്നു. ഇത് കൊടുക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടിക്ക് അയാൾ എഴുതിയതിൽ എത്രത്തോളം മാർക്ക് കിട്ടി, ഇനി ഈ എക്സാമൊക്കെ ശരിക്കും നടന്നിരുന്നെങ്കിൽ എനിക്ക് നെറ്റ് കിട്ടുമായിരുന്നോ, JRF കിട്ടുമായിരുന്നോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ അവർക്ക് സ്വയം നോക്കാൻ ഈ ആൻസർ കീ ഉപകരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് നിരാശപ്പെടേണ്ട ഒരു ആവശ്യമില്ല എന്ന് പോലും ഞാൻ ചിന്തിക്കുന്നു. പാസ്സാകുന്ന ആളുകളോ സീരിയസ് ആയിട്ടുള്ള ആളുകളോ അല്ല, അതല്ലാതെ ഒരു കൂട്ടരുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലൊരു പോസിറ്റീവായൊരു കാര്യമല്ലേ? ഇമ്മീഡിയറ്റ്ലി ചെക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ലെറ്റ് ദം കം ഔട്ട് ഓഫ് ദിസ് ടഫ് സിറ്റുവേഷൻ. അതിനുശേഷം അതൊന്ന് ചെയ്യുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് ഇതുവരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് അവർ അസസ് ചെയ്തതിൽ നിന്ന് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടി വെച്ചിട്ട് അവർ അസസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സോ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ഓക്കെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു. ഇനിയും ഫാസിലിറ്റിക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? നന്നായി പഠിക്കുക എന്നുള്ളത് തന്നെയാണ്, ഇത് പോസിറ്റീവായി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്രയും കാലം എങ്ങനെയാണോ നിങ്ങൾ പ്രിപ്പറേഷൻ നടത്തിയിട്ടുള്ളത് അത് തുടരുക, കൺസിസ്റ്റൻ്റ് ആവുക. ഇനി തുടങ്ങാത്ത ആളുകളുണ്ടാവും. ഇപ്പം പരീക്ഷയുടെ ഒക്കെ പിറ്റേന്നും തലേന്നൊക്കെ തൊട്ട് 30 ദിവസമൊക്കെ വന്ന് കുറച്ചുകൂടി ടൈം കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ നന്നായി പഠിക്കുമായിരുന്നു ഒക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. യെസ്, അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങുക എന്നുള്ളതും നേരത്തെ അനിസാറ് പറഞ്ഞു, എല്ലാവർക്കും ചാൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാം സെന്ററിലേക്ക് വൈകി എത്തിയ ആളുകളോ അല്ലെങ്കിൽ ഇതുപോലെ രജിസ്റ്റർ നമ്പർ അതുപോലെ OMRൽ ടൈം കിട്ടിയില്ല, ഒരു ക്വസ്റ്റ്യനിൽ തന്നെ കറുപ്പിക്കുന്ന സമയത്ത് അത് ഫില്ല് ചെയ്യുന്ന സമയത്തൊക്കെ കുറേ സമയം പോയി, അങ്ങനെയൊക്കെയുള്ള കൺസേൺ പറഞ്ഞവർക്കൊക്കെ രണ്ടാമതൊരു അവസരമാണ്. മറ്റുള്ളവർക്കും അവരെ പ്രൂവ് ചെയ്യാനുള്ള, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അനീസ്ക പറഞ്ഞ പോലെ, നിങ്ങൾ JRF ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും JRF ക്വാളിഫൈ ചെയ്യാൻ ആ ടോപ്പ് 1%-ലെത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ലൈവ് സെഷൻ നമ്മളിവിടെ എൻഡ് ചെയ്യാണ്. എല്ലാവർക്കും ഇത് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.